മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. നികുതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. നിലവിലെ ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളുണ്ടാകുമോ എന്നതും ആകാംക്ഷയാണ്. നിലവിലെ ആദായ നികുതിദായകരിൽ 72% പേരും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. പുതിയ ആദായ നികുതി സ്കീം പ്രകാരം നിലവിൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ അത് 5 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. പഴയ നികുതി വ്യവസ്ഥയിൽ 2.50 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് നികുതി ബാധ്യത ഇല്ലാത്തവർ. അതും 5 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്ന് 1.50 ലക്ഷം രൂപയായും, പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ആവശ്യവും സർക്കാരിന് മുന്നിലുണ്ട്. നികുതി നൽകേണ്ട വരുമാനം 7 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറാകുമോ എന്നതും ഇന്ത്യൻ മധ്യവർഗം ഉറ്റുനോക്കുന്നു. രാജ്യത്തെ മധ്യവർഗത്തിന് മേൽ അമിത നികുതി ഭാരം കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. ദില്ലി തെരഞ്ഞെടുപ്പിലടക്കം ഈ വിമർശനം AAP ഉൾപ്പെടെ ഉന്നയിക്കുന്നു. മധ്യവർഗ വോട്ടുകൾ നിർണായകമായ ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം നിൽക്കെ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ നികുതി ഭാരം കുറയ്ക്കാൻ ഇടപെടലുണ്ടാകുമോ എന്നതാണ് വ്യക്തമാകേണ്ടത്. പരമാവധി ആളുകളെ പുതിയ ഘടനയിലേക്ക് എത്തിക്കാനായി പഴയ നികുതി വ്യവസ്ഥ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ പഴയ നികുതി വ്യവസ്ഥയിൽ ഇനി പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. നിലവിൽ പഴയ നികുതി വ്യവസ്ഥയിൽ മാത്രമുള്ള ഭവന വായ്പ പോലുള്ള ചില ഇളവുകളും ഇത്തവണത്തെ ബജറ്റോടെ പുതിയ നികുതി വ്യവസ്ഥയിൽ എത്തിയേക്കുമെന്നാണ് സൂചന.